നിങ്ങൾ കുമ്പസാരിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് കത്തോലിക്കരോടാണ്. ആണ്ടിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്ന് തിരുസഭയുടെ കൽപ്പനകളിൽ പറയുന്നു. അപ്പോൾ നാം കുമ്പസാരിച്ചിട്ടുള്ളവരായിരിക്കും കത്തോലിക്കരാണെങ്കിൽ. കുമ്പസാരിക്കുമ്പോൾ നാം ചൊല്ലേണ്ട ഒരു ജപമുണ്ട്. കുമ്പസാരത്തിനുള്ള ജപം എന്നത് കത്തോലിക്കരായ എല്ലാവരും ചൊല്ലുന്നതാണ്. ആ കുമ്പസാരത്തിനുള്ള ജപത്തിലേക്കാണ് ഞാൻ വരുന്നത്. കൂടാതെ കുമ്പസാരം നമ്മിലേക്ക് എത്തിയ വഴി, ചരിത്രം ഒത്തിരി വർഷങ്ങളിലൂടെയാണ്, നൂറ്റാണ്ടുകളിലൂടെയാണ് നമ്മളിലെത്തിയത്. ഏറ്റവും അവസാനം സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിലൂടെ. അപ്പൊ അതിന്റെ എല്ലാം ചരിത്രം, അതിന്റെ ഉള്ളറകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ആരൊക്കെ അതിനൊപ്പം ഉണ്ട് എന്നറിയണം, ഏതൊക്കെ പാപ്പമാരെന്നറിയണം, ഏതൊക്കെ കൗൺസിലുകളാണെന്നറിയണം, ഏതൊക്കെ ചരിത്രങ്ങളാണെന്നറിയാം. ആദ്യം കുംഭസാരത്തിനുള്ള ജപമാണ് ഞാൻ ചൊല്ലുന്നത്. ഏവർക്കും കുംഭസാരത്തിനുള്ള ജപം എന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 30ഓളം വിഷയങ്ങളുമായി മാനുവൽ ടീച്ചേഴ്സ് ചാനൽ. സർവശക്തനായ ദൈവത്തോടും നിത്യന്യായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായിലോടും സ്നാപയോഹന്നാനോടും സ്ലീഹാന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ അഗസ്റ്റിനോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ഇതിനുശേഷം നാം പാപങ്ങൾ ഏറ്റുപറയാണ്. പിന്നെ വീണ്ടും നാം ആവർത്തിക്കുകയാണ്. ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല. നിങ്ങൾ ഇത് കേട്ടപ്പോൾ ഞാൻ ചൊല്ലിയത് തെറ്റാണോ? എവിടെയോ ഒരു തെറ്റല്ലേ? ഒരാളെ വിട്ടു, മറ്റൊരാളെ അതിന് പകരം ചേർത്തു. ആരെയാണ് വിട്ടത്? വിശുദ്ധ തോമസ്ലീഹായെ. ആരെയാണ് ചേർത്തത്? വിശുദ്ധ അഗസ്റ്റിനെ. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ സ്ഥിരം ചൊല്ലുന്നവയിൽ നിന്ന് എന്തോ ഒരു വ്യത്യസ്തത തോന്നിയത് അതാണ്. വിശുദ്ധ തോമയ്ക്ക് പകരം വിശുദ്ധ അഗസ്റ്റിന്റെ പേരാണ് ഞാൻ ചേർത്തത്. അത് വിശുദ്ധ തോമസിനോടുള്ള വിയോജിപ്പല്ല, സീറോ മലബാർ ക്രിസ്ത്യാനിയോടുള്ള എതിർപ്പുമല്ല. ട്രെൻഡ് കൗൺസിലിന് മുമ്പ് ഈ പ്രാർത്ഥനയ്ക്ക് ഒരേ രൂപം ആയിരുന്നില്ല. പ്രദേശങ്ങൾക്കനുസരിച്ച് വേഡിങ്ങിന് വ്യത്യാസം വന്നിരുന്നു. ചില ആശ്രമങ്ങളിലും പല രാജ്യങ്ങളിലെ സഭകളിലും വ്യത്യാസപ്പെട്ടിരുന്നു. ചിലയിടങ്ങളിൽ ചില വിശുദ്ധരുടെ പേരുകൾ ചേർക്കും, ചിലരുടെ ഒഴിവാക്കും. അതുപോലെ സഹോദരങ്ങളോടും പാപം ഏറ്റുപറയുന്ന ആ ഒരു വേഡിങ്ങും മാറ്റും. അതുകൊണ്ട് സഹോദരൻ നിങ്ങളോടും എന്നതുപോലും ഉണ്ടാവില്ല. അതായത് സഹോദരങ്ങളോടും അവർ പറയുന്നില്ല. അവർ പറയുന്നത് ആരോടാണ്? ദൈവത്തോടും വിശുദ്ധരോടുമാണ്. അത് ചില മോണസ്ട്രികളിലാണ് ആ ഒരു രീതി ചെയ്യുന്നത്. അവര് സഹോദരങ്ങളോട് ചെയ്യില്ല. അതിനു പകരം ഇങ്ങനെയാണ്. 1545 മുതൽ 1563 വരെ നടന്ന ട്രെൻഡ് സിനഗോദോസിന് ശേഷമാണ് ഏകീകരണം വന്നത് കുംഭസാരത്തിലെ ജപത്തിന്. ചില ആരാധനപരമായ ക്രമങ്ങൾക്ക് ഏകീകരണം ആവശ്യമായി വന്നു. അതുകൊണ്ടാണ് കുംഭസാരത്തിലെ ജപത്തിന്റെ ക്ലാസിക്കൽ രൂപം സ്ഥിരപ്പെടുത്തേണ്ടി വന്നത്. ഇതൊരു പുരാതനമായ പ്രാർത്ഥന തന്നെയാണ് കുംഭസാരത്തിലെ ജപം. അനുതാപ ജപം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആദിമ നൂറ്റാണ്ടുകൾ മുതലേ വ്യത്യസ്ത രീതിയിൽ അനുതാപ ജപങ്ങൾ ഉണ്ടായിരുന്നു. 7-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് പാശ്ചാത്യ സഭയിൽ ഈ പ്രാർത്ഥനാ രൂപം തുടങ്ങിയതും. ഏതാണ്ട് ആ കാലത്ത് തന്നെയാണ് വിശുദ്ധ കുർബാനയിലും ഈ പ്രാർത്ഥന വന്നത്. പിന്നീട് 1962 ഒക്ടോബർ മുതൽ 1965 ഡിസംബർ 8 വരെ നടത്തിയ 2-ാം വത്തിക്കാൻ കൗൺസിൽ ഈ പ്രാർത്ഥന ലഘൂകരിച്ചു. അതാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നാം കേൾക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ റിപ്പീറ്റേഷൻ ഉണ്ടോ? ഇല്ല. ആകയാൽ നിത്യേന പരിശുദ്ധ മറിയത്തോടും എന്നില്ല. അതെന്ന് മുതലാണ്? സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ മുതൽ. ചില വിശുദ്ധരുടെ പേരുകൾ ഓപ്ഷണൽ ആയി. അതുകൊണ്ടാണ് ഞാൻ വിശുദ്ധ തോമായുടെ പേരിന് പകരം വിശുദ്ധ അഗസ്റ്റിനെ ചേർത്തത്. പല രാജ്യങ്ങളിലും തങ്ങളുടെ വിശുദ്ധരുടെ പേരുകൾ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും പേരിന് പിന്നാലെ ചേർക്കും. കുംഭസാരം എന്ന കൂദാശയെ പറ്റി പറയുകയാണെങ്കിൽ
കൂദാശകളിൽ നിന്ന് തുടങ്ങണം. എപ്പോഴാണ് കൂദാശ വന്നത്? നമ്മുടെ സഭയിൽ എന്ന് മുതലാണ് ആ കൂദാശ എന്ന വാക്കുച്ചരിച്ചത്? അതിനു മുമ്പ് എന്തായിരുന്നു? എങ്ങനെയായിരുന്നു? 30ഓളം കൂദാശകൾ എന്ന രീതിയിലായിരുന്നു. അപ്പോ എങ്ങനെയാണ് വന്നത് എന്നതിനെ പറ്റി ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് നാം തുടങ്ങിയതിലേക്ക് വരികയാണ്, കുംഭസാരത്തിനുള്ള ജപത്തിലേക്ക്. 3 സുനകദോസുകളിലൂടെ, അതായത് 3 കൗൺസിലിലൂടെയാണ് ആ കുംഭസാരത്തിനുള്ള ജപം വന്നത്. ആദ്യകാലം മുതലേ അനുതാപ ജപം എന്ന രീതിയിൽ 6-7 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നു. ലാറ്റിൻ കൗൺസിൽ 1215 നടന്നത്. 1545 മുതൽ 1563 മുതലുള്ള ട്രെന്റ് സുനകദോസ്, 1962 മുതൽ 1965 വരെ നടന്ന സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ. ഈ 3 കൗൺസിലാണ് കുംഭസാരത്തിലുള്ള ജപത്തെ ഇന്നത്തെ തലങ്ങളിലേക്ക് എത്തിയത്. ആക്ച്വലി സ്ഥിരീകരണം നടന്നത് 1545 മുതൽ 1563 വരെ നടന്ന ട്രെന്റ് കൗൺസിലാണ്. ഞാൻ അതിലേക്ക് വരികയാണ്. 1545 മുതൽ 1563 വരെ നടന്ന ട്രെന്റ് കൗൺസിലിന് ശേഷമാണ് ചില ആരാധനപരമായ ക്രമങ്ങൾക്ക് ഏകീകരണം ആവശ്യമായി വന്നത്. അതിനൊരു കാരണമുണ്ട്. പ്രൊട്ടസ്റ്റന്റിന്റെ ശക്തമായ ചില എതിർപ്പുകളും മറ്റും ഉണ്ടായപ്പോൾ നമ്മൾക്ക് ചില പ്രാർത്ഥനകൾക്ക് സ്ഥിരീകരണം വേണ്ടി വന്നു. ആ സ്ഥിരീകരണത്തിൽ ഒന്നാണ് കുംഭസാരത്തിലുള്ള ജപം. അതുകൊണ്ട് തന്നെയാണ് കുംഭസാരത്തിലെ ജപത്തിന്റെ ക്ലാസിക്കൽ രൂപം സ്ഥിരപ്പെടുത്തേണ്ടി വന്നതും. ഇത് അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു പുരാതന പ്രാർത്ഥന തന്നെയാണ്. ആദിമ നൂറ്റാണ്ടുകൾ മുതലേ വ്യത്യസ്ത രീതിയിൽ അനുതാപ ജപങ്ങൾ ഉണ്ടായിരുന്നു. 7-ാം നൂറ്റാണ്ടിലും 11-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് പാശ്ചാത്യ സഭയിൽ ഈ പ്രാർത്ഥന രൂപം കൊണ്ടു തുടങ്ങിയതും. ഏതാണ്ട് ആ കാലത്ത് തന്നെയാണ് വിശുദ്ധ കുർബാനയിലും ഈ പ്രാർത്ഥന വന്നതെന്ന് പറയാം. വിശുദ്ധ കുർബാന ആദിമകാലം വേണ്ടതെന്ന്, അതിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത മാറ്റങ്ങൾ വന്നത് എന്താണെന്നും വിശുദ്ധ കുർബാന എന്താണെന്നും ഞാൻ പറഞ്ഞു തരാം. അതിനൊരു 1000 എപ്പിസോഡ് ഉണ്ടെങ്കിൽ പോലും അത് തീരാനാവില്ല, അത്രയധികം വൈഡാണ്. എങ്കിൽ തന്നെയും നാം കുംഭസാരത്തിന്റെ ജപത്തിൽ വരികയാണ്. പിന്നീട് 1962 ഒക്ടോബർ 11 മുതൽ 1965 ഡിസംബർ 8 വരെ നടത്തിയ 2-ാം വത്തിക്കാൻ കൗൺസിൽ ഈ പ്രാർത്ഥന ലഘൂകരിച്ചു. അതെങ്ങനെ ലഘൂകരിച്ചു? നാം വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ അച്ഛൻ കുംഭസാരത്തിന്റെ ജപം അനുതാപ ശുശ്രൂഷയോടൊപ്പം ചൊല്ലും. ചില വൈദികർ അത് ചൊല്ലാറില്ല. ആക്ച്വലി അത് ചൊല്ലേണ്ടതാണ്. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ മുതൽ ചിലരെങ്കിലും അത് വിട്ടുകളയും. അത് നമുക്ക് മാത്രം അല്ലെന്നാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞില്ലേ, ചില മോണസ്ട്രികൾ ഈ സഹോദരങ്ങളെ നിങ്ങളോടും ഏറ്റുപറയുന്നുള്ള വിട്ടുകളയെന്ന് പറഞ്ഞാൽ, അതുപോലെ ചിലയിടങ്ങളിൽ മിക്ക വൈദികരും അത് ചൊല്ലാറുണ്ട്. അത് ചൊല്ലുമ്പോ ചെറുതാണല്ലേ, ആദ്യത്തെ മാത്രമേ ചൊല്ലൂ, രണ്ടാമത്തേത് ചൊല്ലില്ല. കാരണം രണ്ടാമത്തെ റിപ്പീറ്റേഷൻ ചൊല്ലില്ല അല്ലേ. വീണ്ടും മിശിത മിക്കാലെയും സ്നാപയോവനാനും ഒന്നും ചൊല്ലാതെ കർത്താവിനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ചില പേരുകളുടെ ഓപ്ഷണൽ ആയി. അതുകൊണ്ട് വിശുദ്ധ തോമയ്ക്ക് പകരം ഞാൻ വിശുദ്ധ അഗസ്റ്റിനെ ചേർത്തത് ആ ഒരു രീതിയാണ്, നിങ്ങളൊന്ന് അറിയിക്കാനാണ്. ഞാൻ ചൊല്ലാറില്ല. പല രാജ്യങ്ങളിലും തങ്ങളുടെ വിശുദ്ധരെ വിശുദ്ധ പത്രോസ് പൗലോസ് എന്ന പേരിന് പിന്നാലെ ചേർക്കും. പല രാജ്യങ്ങൾക്കും വിശുദ്ധർ ഉണ്ട്, മധ്യസ്ഥരുണ്ടെന്ന് അറിയാലോ നിങ്ങൾക്ക്. അതുപോലെയാണ് ഇവിടെ വരുന്നത്. പല രൂപതകൾക്കുമുണ്ട് വിശുദ്ധർ, പല രാജ്യങ്ങൾക്കും ഉണ്ട് വിശുദ്ധർ. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ എന്തുകൊണ്ട് വിശുദ്ധ തോമാശ്ലീഹയെ ചേർത്തു? നമ്മുടെ രാജ്യത്ത് വചനത്തിന്റെ വിത്ത് ആദ്യമായി വിതച്ചത് AD 52 ഭാരതത്തിലെത്തിയ വിശുദ്ധ തോമാശ്ലീഹയാണ്. കഴിഞ്ഞിടയ്ക്ക് എന്നോട് ഒരു ദേഹം വാദിച്ചു, വിശുദ്ധ തോമാശ്ലീഹ വന്നിട്ടില്ല, അദ്ദേഹമാണ് ആദ്യമായിട്ട് ചരിത്രം എഴുതിയത്, വിശുദ്ധ തോമാശ്ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നുള്ളത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ചരിത്ര അന്വേഷകനാണ്, ചരിത്രത്തിന്റെ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അറിഞ്ഞ ചരിത്രങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു, എന്താണ് എങ്ങനെയാണെന്ന്. അദ്ദേഹം ഒരു സഭയെ ഒത്തിരി കുറ്റം പറഞ്ഞു. ഞാൻ അതെല്ലാം കേട്ടെങ്കിൽ തന്നെയും അതിനുള്ള മറുപടി നന്നായിട്ട് കൊടുത്തു. അദ്ദേഹം ചരിത്രാന്വേഷകനാകാം, ചരിത്രത്തെ അരച്ചു കലക്കി കുടിച്ചതാവാം.
പക്ഷേ അത് വിശുദ്ധതയുടെ തലത്തില്, ഈശോയുടെ തലത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ആ ചരിത്രങ്ങളല്ല, ആ ചരിത്രങ്ങൾ മാത്രമല്ല, വേറെയും ഉണ്ട് ചരിത്രങ്ങൾ. ഒരാൾക്ക് മാത്രമല്ല ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്, ഈശോ സുവിശേഷം പറയാൻ കൊടുത്തത് എന്ന് ചിന്തിക്കുക. തോമാശ്ലീഹ ഭാരതത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് പോയത്? നിങ്ങൾ പറ, ഏത് ചരിത്രകാരനും പറ. എല്ലാ വിശുദ്ധരും പോകുന്ന ഇടങ്ങൾ, സ്ഥലങ്ങൾ പറയുന്നുണ്ട്, ബൈബിളിലൂടെ പറയുന്നുണ്ട്. പിന്നെ ഈ തോമാശ്ലീഹ എവിടെ പോയി? തോമാശ്ലീഹയ്ക്ക് പോയ സ്ഥലമില്ലേ? അപ്പോ ആ ഒരൊറ്റ ചിന്താഗതി മാത്രം മതി തോമാശ്ലീഹ എവിടെ വന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ചിങ്ങവനം അപ്പുറത്തുള്ള ഒരു ഭാഗത്തുള്ള പള്ളിയിൽ പോയി. ഓർത്തഡോക്സ് പള്ളിയായിരുന്നു, പുരാതന പള്ളിയാണ്, 1848 അതിന് മുന്നേയുള്ള കുറെ കാര്യങ്ങളുടെ ഫോട്ടോസ് അവിടെ ഉണ്ട്. വിശുദ്ധ തോമയിൽ നിന്ന് തുടങ്ങുന്ന ചരിത്രം അതിലുണ്ട്, റൂട്ട് മാപ്പ് ഉണ്ട്, എല്ലാം കണ്ടു. അവർ പറയുന്നത് തെറ്റെന്ന് പറയുമോ? ലത്തീൻ സഭ പറയുന്നത് മാത്രമാണോ ശരി? ഈ മനുഷ്യൻ ലത്തീൻ സഭയുടെ ആളാണ്, ലത്തീൻ സഭയ്ക്ക് വേണ്ടി മാത്രമാണോ ചരിത്രം എഴുതിയത്? അല്ല. വിശുദ്ധ തോമാശ്ലീഹ ഇവിടെ വന്നിരുന്നു, വന്നില്ല എന്ന് പറയരുത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, തോമാശ്ലീഹ ഏത് രാജ്യത്ത് പോയി, എവിടെയാണ് അദ്ദേഹം ചെയ്തത്? ഏറ്റവും ശക്തനായ ഒരു ശിഷ്യനായിരുന്നു അദ്ദേഹം. വിശുദ്ധ പത്രോസിനേക്കാളും ഗ്രേറ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. സഭയുടെ തലവാണ് പത്രോസെങ്കിലും ശക്തനായ വാക്കുകൾ പറഞ്ഞു. ചിന്തിക്കാവുന്ന ഒന്നാണ്. കാര്യം എന്താ പറഞ്ഞത്? നമ്മൾക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്നാ പറഞ്ഞത്. പത്രോസ്ലീഹ പറഞ്ഞു, പരിത്യജിച്ചില്ലേ? അതാണ് തോമാശ്ലീഹ. ഭാരതത്തിന്റെ ഗ്രേറ്റ് അപ്പോസ്തലനാണ്. ആ ഗ്രേറ്റ് അപ്പോസ്തലനെ ആണ് കുമ്പസാരത്തിലെ ജപത്തില് ചേർത്തത്. ആദ്യകാലങ്ങളിൽ സുറിയാനി ക്രിസ്ത്യാനികളിലൂടെയാണ് കത്തോലിക്ക സഭയിൽ പല പ്രാർത്ഥനകളും വന്നിരുന്നതെന്ന് പലർക്കും അറിയാമല്ലോ. കൂദാശ എന്ന വാക്ക് പോലും, കുർബാന എന്ന വാക്ക് പോലും കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ കേരള കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന പല വാക്കുകളും വന്നത് സുറിയാനി ഭാഷയിൽ നിന്നാണ്, സുറിയാനിയിലൂടെയാണ്. അതറിയുക. പല പ്രാർത്ഥനകളിലും മാർ എന്ന സാന്നിധ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വിശുദ്ധ തോമസിന്റെ പേരും ഈ പ്രാർത്ഥന എന്ന പോലെ തന്നെ മറ്റ് പ്രാർത്ഥനകളിലും കാണാം. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ജപമാല സമർപ്പണത്തിലെ മുഖ്യദൂതനായിരുന്ന പ്രാർത്ഥനയിൽ വിശുദ്ധ തോമസിന്റെ പേരുണ്ട്. അതെ, ഈ കുമ്പസാരത്തിന് ജപത്തിലെ വിശുദ്ധ തോമായുടെ പേര് ചേർത്തത് സുറിയാനി ക്രിസ്ത്യാനികൾ തന്നെയാണ്, സീറോ മലബാർ ക്രിസ്ത്യാനികൾ തന്നെയാണ്, ഭാരതത്തിലെ ആ ക്രിസ്ത്യാനികൾ തന്നെയാണ്. ആദ്യകാലങ്ങളിൽ, അതായത് 14-ാം നൂറ്റാണ്ട് വരെ കേരളത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ തന്നെയാണ് വിശുദ്ധ തോമായുടെ പേര് കുമ്പസാരത്തിന് ജപത്തിൽ ചേർത്തത്. കുമ്പസാര ജപം എന്ന പ്രാർത്ഥന എഴുതിയത് ആരാണെന്ന് ചോദിച്ചാലോ ആർക്കും ഉത്തരങ്ങളില്ല. ഒരു നദി ഒഴുകി വരുന്നത് പലയിടങ്ങളിലൂടെ, പല നാട്ടിലൂടെ വരുന്നത്. അവർ ഓരോ തലങ്ങളിലും ആ നദി ഏതൊക്കെ തലങ്ങളിലൂടെ പോകുന്നു അവിടെയൊക്കെ ശുദ്ധീകരിച്ചു വരികയാണ്, പുണ്യവത്കരിച്ചു വരികയാണ്. അതെ, ഈ പ്രാർത്ഥന ദൈവത്തെങ്കിലേക്കും നമ്മളിലേക്കും എത്തിയത് ആ നദിയുടെ ദൗത്യം പോലെ നമ്മെ വിശുദ്ധീകരിച്ചുകൊണ്ട് തന്നെയാണ്. കൺഫ്യൂഷൻ എന്ന കുമ്പസാരത്തിലുള്ള ജപത്തില് വേണ്ടിയിട്ട് ഒരൊറ്റ പാപ്പ പ്രത്യേകമായി ഇതാണ് നിങ്ങളുടെ ഔദ്യോഗിക ജപം എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചതല്ല. ഇത് നൂറ്റാണ്ടുകളായി റോമൻ ലിറ്റർജിയിൽ വളർന്നു വന്ന പ്രാർത്ഥനയാണ്. ഇത് ഔദ്യോഗിക റോമൻ മിസാലിൽ സ്ഥിരമായി ഉൾപ്പെടുത്തി സ്റ്റാൻഡേർഡൈസ് ചെയ്തത് പോപ്പ് പയസ് 5-ാമനാണ്. അതും 1570. ഈ റോമൻ മിസാൽ എന്നത് എന്താണെന്ന് ഞാൻ മറ്റൊന്നിൽ പറഞ്ഞു തരാം. ട്രെൻഡ് കൗൺസിലിന് ശേഷം റോമൻ മിസാൽ, അതായത് ട്രെൻഡൈൻ മാസ് പ്രസിദ്ധീകരിക്കുമ്പോൾ കുമ്പസാര ജപം ഔദ്യോഗികമായി സ്റ്റാൻഡേർഡൈസ്ഡ് ആയി എന്ന് പറയാം. പ്രൊട്ടസ്റ്റന്റ് റീഫോർമേഷൻ നടന്നപ്പോഴാണ് കത്തോലിക് വർഷിപ്പ് ഏകീകരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പോൾ 6-ാമനിലൂടെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ ആണ്
ഈ ജപം സിംപ്ലിഫൈ ചെയ്തത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സയൻസ് ഒക്കെ ഓപ്ഷണലായി. ക്ലാസ്സിൽ വന്നിരുന്ന ഈ ജപം പുതുക്കി. ലാറ്ററൻ കൗൺസിൽ ശേഷവും ട്രെൻഡി കൗൺസിൽ മുമ്പും ഉപയോഗിച്ചിരുന്നത് ഈ അനുതാപ ജപത്തിന് തമ്മിൽ അടിസ്ഥാന ആശയം ഒരുപോലെ തന്നെയായിരുന്നു. പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തോടും വിശുദ്ധരോടും മാപ്പപേക്ഷിക്കൽ തന്നെയാണ്. പക്ഷേ ചില പ്രധാന വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പ്രദേശങ്ങൾക്കനുസരിച്ച് വേഡിങ് വ്യത്യാസമുണ്ട്. ഒരേ രൂപം ഉണ്ടായിരുന്നില്ല. ഓരോ മോണസ്ട്രികളും പല പല വ്യത്യസ്തമായ മോണസ്ട്രിക്കും വ്യത്യാസമുണ്ടായിരുന്നു. ചിലർ ചില വിശുദ്ധരുടെ പേര് ചേർക്കും, ചിലർ ഒഴിവാക്കും. സഹോദരങ്ങളെ നിങ്ങളോടെന്നുള്ളത് ചിലയിടങ്ങളിൽ ഒഴിവാക്കും. ഇന്ത്യ സുനഹദോസിന് മുമ്പ് ലോക്കൽ വേരിയേഷൻസ്, ഫ്രാൻസ്, ജർമ്മനി, റോം, ബെനഡിക്റ്റ് മോണസ്ട്രീസ്, ഓരോ സ്ഥലത്തും ചെറിയ വ്യത്യാസം. അതെന്തിനാണ്? സെയിൻസിന്റെ പേരിലാണ്. ചിലയിടങ്ങളിൽ സെന്റ് അഗസ്റ്റിൻസ്, കാര്യം ചിലയിടങ്ങളിൽ ബെനഡിക്റ്റ്, കാര്യം ആ സന്യാസ സഭ. ഇപ്പൊ സെന്റ് അഗസ്റ്റിൻ സന്യാസ സഭ, സെന്റ് അഗസ്റ്റിൻ അവർ മധ്യസ്ഥരായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ സെന്റ് അഗസ്റ്റിൻ, ബെനഡിക്റ്റിൻ സഭ, ബെനഡിക്റ്റിന്റെ വിശുദ്ധമായിട്ട് സ്ഥലമുള്ള രാജ്യങ്ങളിൽ ബെനഡിക്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ലോക്കൽ പാറ്റേൺസിന് ചേർക്കും. സ്ട്രക്ചർ സ്ഥിരമല്ല. മിയ കുൾപ്പ എന്ന് പറഞ്ഞ് നമ്മളൊരു സിനിമ ഇരിക്കണ്ടല്ലേ, ആ സിനിമയിൽ ആ നായകൻ അത് പറയുന്നു. കാരണം അദ്ദേഹം വൈദികനായി പോകുന്നതിന് ശേഷം അദ്ദേഹം തിരികെ വന്നു. അദ്ദേഹം ഒരു ക്രിമിനൽ ചിന്താഗതിയിൽ പോകുന്നതാണ് അതിൽ കാണിക്കുന്നത്. അതിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒന്നാണ്, ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ഓരോരുത്തരെ കൊല്ലുമ്പോൾ പറയും മിയ കുൾപ്പ, മിയ കുൾപ്പ എന്ന് പറയുന്നുണ്ടല്ലേ. ഓക്കെ. ട്രെൻഡി കൗൺസിലിന് ശേഷം ആണത് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ആ റിപ്പിറ്റേഷൻ. പോപ്പ് പയസ് ഫിഫ്ത്ത് ആണത് ചെയ്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ഈ പിഴ എന്ന് ഉപയോഗിക്കല് ഞാൻ കുട്ടിയായിരുന്നിരിക്കുമ്പോൾ, ഞാൻ കുമ്പസാരം ചൊല്ലുമ്പോൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. പിഴ. ചിലരൊക്കെ പറയാല്ലേ, അവൻ എന്ത് പിഴയാണ്, ഇവനെന്ത് പിഴയാണ്. ഓ, ഈ വേർഡ് ഞാൻ യൂസ് ചെയ്യണോ എന്നൊക്കെ ഞാൻ ആ കുഞ്ഞു പ്രായത്തിൽ എൻ്റെ 8ാം വയസ്സിലൊക്കെ ഞാൻ മനസ്സുകൊണ്ട് വിഷമിച്ചിട്ടാണ് എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് ഈ പ്രാർത്ഥന ചൊല്ലി കേൾപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതിന്റെ ചരിത്രങ്ങളിലേക്ക് പോകുമ്പോൾ എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്നായിരുന്നില്ല. എൻ്റെ കുറ്റം, എൻ്റെ കുറ്റം, എൻ്റെ വലിയ കുറ്റം എന്നായിരുന്നു ആക്ച്വൽ ട്രാൻസ്ലേഷൻ. മലയാളത്തിലുള്ള ആദ്യ ട്രാൻസ്ലേഷൻ എൻ്റെ കുറ്റം, എൻ്റെ കുറ്റം, എൻ്റെ വലിയ കുറ്റം എന്നാണ്. ആ പിഴ എന്നത് പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ എന്ന് പറഞ്ഞു കൂട്ടിയില്ലേ. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് പല പ്രാർത്ഥനകളിലും ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോഴും അതിനൊന്നും ഒരു റിനോവേഷൻ വരുന്നില്ല അല്ലേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ അതല്ലേ പറയുന്നത്. നിങ്ങൾ പല പ്രാർത്ഥനകളുടെ ഇപ്പോ അവിടെയൊന്നും ആധുനികവൽക്കരണം വരുന്നില്ല. വിശുദ്ധരൊക്കെ ആരായി? പുതിയ ട്രെൻഡിലായി അല്ലേ. എന്നിട്ടും നമ്മൾക്കാണ് പുതിയ ട്രെൻഡിലേക്കും പുതിയ ആധുനികം. സഭയെന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും നവ്യമാണെന്നാ പറഞ്ഞത്. എപ്പോഴും നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുർബാനയിലെ പ്രാർത്ഥനകള്, മൂല്യപദങ്ങളെ നോക്കിക്കൊണ്ട് അത് ചേഞ്ച് ചെയ്തു. അപ്പൊ നമ്മളെ പ്രാർത്ഥനകളും പണ്ട് ശുദ്ധാന മറിയമേ തമ്പുരാന്റെ അമ്മ എന്നായിരുന്നു. പക്ഷേ പരിശുദ്ധ മറിയമയായി, നന്മ പറഞ്ഞ് അതുപോലെ തന്നെ വന്നു. ഓക്കെ, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല, വരികയാണ്. കുറ്റം, എൻ്റെ കുറ്റം, എൻ്റെ വലിയ കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരും ചെവിക്ക് പിടിച്ച് പുറത്താക്കില്ല. പക്ഷെ ചൊല്ലിക്കൊടുക്കുമ്പോൾ അത് തന്നെ കൊടുക്കണം. എൻ്റെ തെറ്റ്, എൻ്റെ തെറ്റ്, വലിയ തെറ്റ്. ഞാൻ ഇതിനൊന്നും മാറ്റാനുള്ള ആളല്ല. ഞാൻ ഇത് ചരിത്രം പറഞ്ഞതാണ്. മലയാളത്തിലെ ആദ്യ ട്രാൻസ്ലേഷൻ എൻ്റെ കുറ്റം, എൻ്റെ കുറ്റം, എൻ്റെ വലിയ കുറ്റം എന്ന് തന്നെയാണ്. ട്രെൻഡ് കൗൺസിലിലൂടെയാണ് ഇതിനൊക്കെ ഒരു സ്ഥിര രൂപം വന്നത്. വേർഡിംഗ് ഫിക്സ്ഡ് ആയി, സയൻസ് ഫിക്സ്ഡ് ആയി, അതുപോലെ തന്നെ സ്ട്രക്ചർ ഫിക്സ്ഡ് ആയി. എന്നാൽ അതിൻ്റെ മൂലപദത്തിൻ്റെതല്ല ചില ട്രാൻസ്ലേഷനൊക്കെ നമുക്ക് വരുന്നത്. ഇപ്പൊ നമുക്ക് സ്ഥിരമായുള്ള കുമ്പസാര ജപം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം ബ്ലെസ്ഡ് വിർജിൻ മേരി അല്ലേ, നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും. അടുത്തത് വിശുദ്ധ മിഖാലിനോടും. നെക്സ്റ്റ് സെയിന്റ് ജോൺ ബാപ്റ്റിസ്റ്റ്. പിന്നെ പറയുന്നു ശ്ലീഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും. എല്ലാ വിശുദ്ധരോടും കൂടി അവരോടും നമ്മൾ ഏറ്റു പറയാൻ തെറ്റല്ലേ. അപ്പൊ ട്രെൻഡിന് മുമ്പും ട്രെൻഡിന് ശേഷവും എന്ന് നമ്മുടെ കുമ്പസാരത്തെ പറ്റി നമുക്ക് പറയാം. അപ്പൊ ഞാനിത് ഈ വീഡിയോ പറയുന്നത്
വിശുദ്ധ തോമാസ് ശ്രീയുടെ പേര് എങ്ങനെ വന്നു എന്നുള്ളതാണ്. അതോടൊപ്പമാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. എങ്കിലും ഒരു 3 സുനകദോസിനെ പറ്റി വിശദമായിട്ടല്ല, അതിൽ വന്ന കുംഭസാരത്തിലെ ചേഞ്ചസ് അതാണ് പറയുന്നത്. ആദ്യം 6 മുതൽ 11 നൂറ്റാണ്ട് വരെ കുംഭസാരം എന്ന കുദാശ ഉണ്ടായെന്ന് പറഞ്ഞു. 4ാം ലാറ്ററൻ കൗൺസിൽ അത് 1215 ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണിത്. ഇന്നസെന്റ് മൂന്നാമൻ പാപ്പയുടെ നേതൃത്വത്തിൽ ചേർന്നുകൊണ്ട്, ആ കൗൺസിൽ ചേർന്നുകൊണ്ട് വിശുദ്ധ കുർബാന, കുംഭസാരം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ രൂപീകരിച്ചു. കത്തോലിക്കാ സഭ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തെ നേരിടാനും സഭയെ നവീകരിക്കാനും വേണ്ടി 1545 മുതൽ 1563 വരെയുള്ള കാലഘട്ടത്തിൽ വടക്കൻ ഇറ്റലിയിലെ ട്രെന്റ് എന്ന നഗരത്തിൽ വിളിച്ചുകൂട്ടിയ ചരിത്രപ്രസിദ്ധമായ എക്യുമെനിക്കൽ കൗൺസിലാണ് ട്രെന്റ് കൗൺസിൽ. 7 കൂദാശകൾ, കുർബാന, ബൈബിൾ, കാനോൻ തുടങ്ങിയവ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഈ കാനോൻ നിയമം വന്ന വഴിയെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. കാനോൻ നിയമം ഏതൊക്കെ കൗൺസിലിലൂടെയാണ് വന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ആക്കി തന്നിട്ടുണ്ട്. അത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. കാനോൻ നിയമത്തെ പറ്റി ജനങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അതിൻ്റെ വ്യക്തമായ കാനോനുകൾ ഞാൻ അതിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് വിശദമാക്കുന്നില്ല. ഇനി കത്തോലിക്കാ സഭയിലെ 2 വത്തിക്കാൻ കൗൺസിലാണ് നടന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പുതിയതുമായത് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലാണ്. 1962 മുതൽ 1965 മുതലാണ്. ഇത് 2 പാപ്പമാരാണ് ഉള്ളത്, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അത് ഫസ്റ്റ് ജോൺ 23-നും പോൾ 6-നും. 1-ാം വത്തിക്കാൻ കൗൺസിൽ 1769 പയസ് 9-ാമൻ പാപ്പയാണ് വിളിച്ചു ചേർത്തത്. 2-ാം വത്തിക്കാൻ കൗൺസിലോ 1962 മുതൽ 1965 വരെ ജോൺ 23-ാം പാപ്പയും പിന്നീട് കംപ്ലീറ്റ് ചെയ്ത ആരാണ്? പോൾ 6-ാമൻ പാപ്പയുമാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് അത് നടന്നതും. സഭയുടെ ആത്മീയ നവീകരണത്തിനായിട്ടാണ് ഇത് വിളിച്ചു കൂട്ടിയത്. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ദി ഗ്രേറ്റ് ആണ്. വത്തിക്കാൻ കൗൺസിൽ നിങ്ങൾ വായിച്ചിരിക്കണം അതിൻ്റെ പ്രാമാണിക രേഖകൾ. അത് വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്നത്, അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ. 2-ാം വത്തിക്കാൻ കൗൺസിലില് കുംഭസാരത്തെ, അതായത് അനുരഞ്ജന കൂദാശയെ ഒരു വ്യക്തിഗത അനുഷ്ഠാനം എന്നതിലുപരി സഭയുടെ കൂട്ടായ്മയിലുള്ള മാനസാന്തരവും ദൈവിക കാരുണ്യത്തിന്റെ പ്രകാശനവുമായി പുനർവ്യാഖ്യാനം ചെയ്തു. ആദ്യ കുർബാന ക്ലാസ്സുകൾ, കൺഫർമേഷൻ ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയെ പറ്റി കൊടുക്കണം, കുംഭസാരത്തെ പറ്റി കൊടുക്കണം. കുംഭസാരത്തെ പറ്റി കൊടുക്കുമ്പോൾ അതെങ്ങനെ വന്നു എന്ന് ഒരുത്തൻ പുറത്തുനിന്ന് ചോദിക്കുമ്പോൾ പറയാൻ ചോദ്യചിഹ്നങ്ങളല്ല, നാം ചോദ്യചിഹ്നങ്ങളായി നിൽക്കരുത്. അതിന് പകരം ഉത്തരങ്ങളായി നൽകണം. എന്നാണ് കുംഭസാരം തുടങ്ങിയത്? എപ്പോഴാണ് കുംഭസാരം തുടങ്ങിയത്? വെറുതെ ഒറ്റ വാക്കിലല്ല പറയണം. കുംഭസാരത്തിലുള്ള ജപത്തെ പറ്റിയുള്ള വെറും ഒരു വാക്കിലാണ് ഞാൻ വരുന്നത്. വിശുദ്ധ തോമാസ് ശ്ലീഹ എന്ന പേര് എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണവും സ്ഥിരീകരണവുമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. അടുത്ത ദിവസം നിങ്ങൾക്കായി തരുന്നത് കുംഭസാരത്തെ ജപമാണ്. അതിന് ശേഷം കൂദാശ എന്താണെന്നാണ്. പിന്നെ വരുന്നത് കുംഭസാരം എന്ന കൂദാശയാണ്. തീർച്ചയായിട്ടും കുംഭസാരം എന്ന കൂദാശയെ പറ്റി വിശദമായി തരും. ഇതൊരു പാഠപുസ്തകമാകട്ടെ നിങ്ങൾക്കായി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കായി, ഏവർക്കുമായി. തെറ്റുണ്ടാവാം, ഞാനിത് തരുന്നത് സഭാപഠനത്തിനല്ല എന്ന് ചിന്തിക്കുക. ജനങ്ങൾക്ക് അറിയാനാണ്. എനിക്കറിയാൻ, എനിക്ക് കിട്ടാതെ പോയെന്നാണിത്. എൻ്റെ കുഞ്ഞു പ്രായത്തിലും ഏതാണ്ടോ 39 വർഷത്തെ കാറ്റീസം ജീവിതത്തിന് മുമ്പ് എനിക്കിതൊന്നും കിട്ടിയില്ല. ഞാൻ പഠിക്കുകയായിരുന്നു, ഇപ്പോഴും പഠനത്തിലാണ്. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ലഭിക്കട്ടെ എന്ന് പറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങൾ ചൊരിയട്ടെ, അത് നിങ്ങളിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.